ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബിജെപിക്ക് അധികാരം നൽകിയാൽ കേരളത്തിന് വികസന കുതിപ്പ് ലഭിക്കുമെന്നാണ് മോദി പറയുന്നത്. അഴിമതിയുടെ കാര്യത്തിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ചങ്ങാത്തമുണ്ടാക്കുന്ന കാര്യത്തിലും LDF, UDF മുന്നണികൾ ഒറ്റക്കെട്ടാണെന്നും മോദി ആരോപിക്കുന്നു. കലൂരിലെ റോഡ് ഷോയ്ക്കും ദേശീയപാത അടക്കമുള്ള പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും ശേഷമാണ് പ്രധാനമന്ത്രി NDA സമ്മേളനത്തിൽ എത്തിയത്. പതിവ് പോലെ മലയാളത്തിൽ തന്നെ തുടക്കം. സോളാറിൽ തുടങ്ങി സ്വർണ്ണക്കൊള്ള വരെ എടുത്തു പറഞ്ഞ് അഴിമതിയിൽ UDF, LDF മുന്നണികൾ ഒറ്റക്കെട്ടെന്ന് ആരോപണം. UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് ഭരണം പിടിക്കാനാണ് UDFും LDFും ശ്രമിക്കുന്നതെന്ന് മോദിയുടെ അടുത്ത ആരോപണം. मुस्लिम लीगी माओवादी कांग्रेस बन चुकी है. जमात और इसके जैसे अन्य संगठनों पे उसके भरोसे LDF का तो PDP जैसा कट्टरपंथी पार्टी के साथ पुराना नाता है. ഡ്രോൺ നിർമ്മിക്കുന്നതിന് നിരവധി കമ്പനികൾ രാജ്യത്തുണ്ടെന്ന കാര്യം പോലും യുവരാജാവിന് അറിയില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് പരിഹാസം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്തെന്ന് അവകാശവാദം. 5 വർഷം NDAക്ക് തരൂവെന്നും മോദി. BJP NDA को अगले 5 साल सेवा करने का मौका दीजिए. മോദിയുടെ കേരള സന്ദർശനം തുടങ്ങിയത് കലൂരിലെ റോഡ് ഷോയിലൂടെ. ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടനമടക്കം 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ച ശേഷമാണ് മോദി കൺവെൻഷന് എത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.